സോ മക്കളെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് എന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ സെർട്ടൺ തെർമോ കെമിക്കൽ റിയാക്ഷൻ M changes to N at T is equal to 400 Kelvin. Delta H is equal to 77.2 kilojoule per mole and delta S is equal to 122 joule Kelvin inverse. Log equilibrium constant or log K ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡെൽറ്റ G is equal to ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ S. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ H എന്ന് പറയുന്നത് 772, നമുക്ക് കിലോ ജൂൾ ആയതുകൊണ്ട് തന്നെ 0 മൈനസ് ടി എത്രയാടാ 400 ഇൻറ്റു 122. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 77200 മൈനസ് 48800 എന്ന് വരും. ഓർ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 28400 ജൂൾ. സോ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന ഡെൽറ്റ ജി ആണ്. ഇനി നിങ്ങൾക്കറിയാം ഡെൽറ്റ ജി നോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് 2.303 RT log K, or this you can write minus 2.303 into 8.314 into 400 into log K. ഡെൽറ്റ ജി എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 28400. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇംപ്ലൈസ് log K is equal to minus 28400 divided by 2.303 into 8.314 into 400, or that is equal to minus 3.708. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇൻറ്റു 10⁻⁻1 എന്ന പവറിലേക്കാണ്. സോ യു ക്യാൻ റൈറ്റ് മൈനസ് 37.08 ഇൻറ്റു 10⁻⁻1. ആൻഡ് ഇൻറ്റീജർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്രയിലേക്ക് റൗണ്ട് ചെയ്യാം? വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ടു 37, ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 37. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. പക്ഷേ തെർമോഡൈനാമിക്സ് പോലെ നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ ഇത്തവണ ഉണ്ടായിരുന്നത്.